ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മള് ഇന്ന് നമ്മളുടെ പാർട്ട് 2 ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ഒരു വെബ് പേജിന്റെ ഒരു സാമ്പിൾ ബിഗിനർ ഫ്രണ്ട്ലി വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ്, അതായത് പാർട്ട് 2 ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ അറിയാനുണ്ട്. ഞാൻ ഇനിയും ഒരുപാട് ലാംഗ്വേജസിന്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതേപോലെ വ്യൂസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടെ എൻകറേജ് ചെയ്യിക്കാന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ പേരിലേക്ക് നമ്മളുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യും. ആവശ്യക്കാർക്ക് നീഡി ആയിട്ടുള്ളവർക്ക് നമ്മളുടെ വീഡിയോസ് യൂസ്ഫുൾ ആകാൻ ഇതുവഴി നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തത്. ഓക്കെ, ആൻഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളായിരുന്നു നോക്കിയിരുന്നത്. ഒരു ഹെഡർ ഒക്കെ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ സെറ്റ് ചെയ്തു, ഒരു ഹെഡിങ് ഒക്കെ കൊടുത്തു, ദെൻ കുറച്ച് ഇമേജ് ലിങ്കുകളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, അതേപോലെ ഒരു ഫൂട്ടറും ക്രിയേറ്റ് ചെയ്തു. ഒരു സിമ്പിൾ ഞാൻ പറഞ്ഞില്ല, ഒരു സിമ്പിൾ ആയിട്ടുള്ള വെബ് പേജ് ആണ്. ഓക്കെ, ആൻഡ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നമ്മളുടെ നെക്സ്റ്റ് പാർട്ട് 2 വരുമ്പോഴത്തേക്ക് എന്തൊക്കെ HTML ടോപ്പിക്സ് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും, അതായത് ഈ ഒരു വെബ് പേജ് കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആക്കാൻ എന്തൊക്കെ ആഡ് ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ സജഷൻസ് ആയിട്ട് ഞാൻ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആരും എനിക്ക് അതിന് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. ഐ തിങ്ക് ആ വീഡിയോ ആരും ഫുൾ വാച്ച് ചെയ്തിട്ടില്ല. അപ്പൊ ഫസ്റ്റത്തെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരു വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ പറയുന്നതനുസരിച്ച് നിങ്ങളൊന്ന് ഇതാവുക. ഓക്കെ, അപ്പൊ ഞാൻ അതാരും പറഞ്ഞില്ല, അത് ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല, നമുക്കൊരു വീഡിയോ ചെയ്യാം പാർട്ട് 2. അത്യാവശ്യം സിമ്പിൾ ബേസിക് കണ്ടന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് നമ്മൾ ഇത്രയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഇനി നമുക്ക് ഈ ഓരോ പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വരുന്ന പേജസ് ഒക്കെ വേണം അല്ലെ, നെക്സ്റ്റ് വരുന്ന പേജസ് ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഹോംവർക്ക് പോലെ തരുവാണ്. ഹോംവർക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ പ്ലേസസ് ടു വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ചൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾ കണ്ടിട്ട് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേറെയും കുറെ ഹെഡിങ്സ് ഇവിടെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഫെസ്റ്റീവ്സ് ഇൻ കേരള, കൾച്ചേഴ്സ് ഇൻ കേരള എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഇമേജസും കാര്യങ്ങളും ഒക്കെ വെച്ച് നമ്മളുടെ കേരളത്തിന്റെ നാടൻ കലകളെ പറ്റിയിട്ടൊക്കെ നമുക്ക്, അതായത് എന്താണ് കഥകളി കുച്ചിപ്പുടി ഒക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്ത് ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളുടെ വെബ്സൈറ്റിനെ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്തെടുക്കും. സോ അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സെക്ഷൻ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ, പ്ലേസസ് ടു വിസിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഓക്കെ, നമുക്ക് നമ്മളുടെ ചാനലിലോട്ട് തന്നെ പോകാം. സോറി, നമ്മുടെ ഇതിലോട്ട് പോകാം. ഞാൻ കുറച്ചിതൊന്ന് വലുതാക്കാം. ഓക്കെ, ആൻഡ് നമ്മളിപ്പം ഇത്രയായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. ഫൂട്ടറിന് വരെ ഒരു സെക്ഷൻ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഇതെല്ലാം ലിങ്ക്സ് ആയിട്ടായിരുന്നു അല്ലെ, ലിങ്ക്സ് ആയിട്ടായിരുന്നു കിടന്നത്. ഇത് ലിസ്റ്റ് ആയിട്ടാണ് കിടന്നത്. ഐ തിങ്ക് ഞാൻ മാറ്റുമെന്ന് അറിയത്തില്ല. അതേപോലെ തന്നെ ഈ ഓരോ ലിസ്റ്റിനെയും എന്താക്കുക, ഈ 3 ലിസ്റ്റിനെയും കൂടി ഒരു ആങ്കർ ടാഗ് ഒക്കെ കൊടുക്കാം നമുക്ക്. ആങ്കർ ടാഗിന്റെ അകത്ത് കിടന്നത്, സോ അത് ക്ലിക്കബിൾ ആവും. എന്നാലേ നമുക്ക് അതിനെ ക്ലിക്ക് ചെയ്ത് വേറൊരു പേജിനകത്തോട്ട് നാവിഗേഷൻ നടക്കത്തുള്ളൂ. ആൻഡ് അതിന്റെ ലിങ്ക്സ് ആണ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഇതിനെ ലിസ്റ്റിനെ വിളിച്ച് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് സെക്ഷൻ 3 ഹൈറ്റ്, ബാക്ക്ഗ്രൗണ്ട് കളർ. ഈ ലിസ്റ്റിനെയും കൂടി ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ഫൂട്ടിനകത്ത് ഉള്ള സെക്ഷൻ 3ന്റെ ഫൂട്ടിന്റെ അകത്ത് വരുന്ന ആങ്കർ ടാഗിന്റെ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറയുന്നത് നന്നാക്കി കൊടുക്കാം. ഓക്കെ, ആൻഡ് കളർ നമ്മൾ കൊടുത്തിരുന്നത് ബീറ്റ് ആയിരുന്നു അല്ലെ, ബീറ്റ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി അതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പേജിനകത്തോട്ട് റീഡയറക്റ്റ് ആവണം. അതെങ്ങനെ ചെയ്യാം, നമുക്ക് ഓരോ പേജ് ക്രിയേറ്റ് ചെയ്യണം. ഇത് ഹോം പേജ് തന്നെയാണ്. ആൻഡ് പ്ലേസസ് ടു വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. അതൊരു ഫോൾഡർ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ അതിലൊരുപാട് ഇതുണ്ട്. HTML അല്ല, ഈ ഡെമോ എന്ന് പറഞ്ഞതിനകത്ത് ഒരു ഫോൾഡർ. ഓക്കെ, സോറി,
അപ്പൊ നമുക്ക് പ്ലേസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ആ ഫോൾഡറിനകത്ത് നമുക്ക് ഓരോ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഒരുപാട് പ്ലേസസ് ഉണ്ടായിരുന്നു അല്ലെ, പ്ലേസസ് ടു വിസിറ്റില്. സോ ഷോർട്ട് അടിക്കുക അല്ലെ, ആലപ്പുഴ .html and bakel.html and var.html. നമ്മളുടെ പ്ലേസസ് ഒക്കെ ഞാൻ കുറച്ച് ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് വരാം. നിങ്ങൾ ഇത് ബോർ അടിക്കേണ്ടത് ഞാൻ പോസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നമ്മളുടെ 6 പ്ലേസസിന് വേണ്ടിയിട്ട് ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ലിങ്ക്സിനകത്ത് എങ്ങനെ കൊടുക്കാം? നമ്മുടെ HRFൽ വന്നിട്ട് എന്ത് പറഞ്ഞു കൊടുക്കാം ലിങ്കിന്? നമ്മളെ പ്ലേസസിനകത്ത് ഉള്ള ആലപ്പുഴ .html ആണ് അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കൊടുക്കാം, പേജിന്റെ HRF. അതേപോലെ ഓരോന്നിലും കൊടുക്കാം, പ്ലേസസിനകത്ത് വരുന്ന bakel.html, അങ്ങനെ ഓരോന്നിനും അതിന്റെ പാത്തിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള നമ്മളുടെ ഫയൽസും കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഈ ആലപ്പുഴയ്ക്കകത്ത് നമുക്കൊരു സ്ട്രക്ചർ കൊടുത്തു നോക്കാം. ഓക്കെ, ഞാൻ ബോഡിക്കകത്ത് ജസ്റ്റ് ഒരു H1 കൊടുത്തിട്ട് ആലപ്പുഴ കൊടുക്കുവാണ്. സേവ് ചെയ്ത് നമ്മളുടെ പേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ താഴെ നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് നമ്മളുടെ പേജിന്റെ പാത്ത് വന്നിട്ടുണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് റീഡയറക്റ്റ് ആയിട്ട് പോയത്? ആലപ്പുഴ .html നമുക്ക് റീഡയറക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റിയ ആ ഒരു കാണും. ഇനി നമുക്ക് അതിന് സ്റ്റൈൽ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, എങ്ങനെ നമ്മൾ സ്റ്റൈൽ ചെയ്യും? ഫസ്റ്റ് ആ ഒരു ഇമേജ് നമുക്ക് വേണം. H1 അവിടെ കിടന്നോട്ടെ, ആലപ്പുഴ. ആൻഡ് നമുക്ക് നമ്മളുടെ ഇമേജിനെ അവിടെ ഡിസ്പ്ലേ ചെയ്യണം. ആ ഒരു ഇമേജിനകത്ത് ഒരു ബോഡിക്കകത്ത് നമുക്കൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് അതേപോലെ ആ സെക്ഷൻ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഇമേജിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മതി. അതിനകത്ത് നമ്മൾ H1 ക്രിയേറ്റ് ചെയ്തു, ആലപ്പുഴ കൊടുത്തു. ഈ ഒരു H1 നമുക്ക് ഒരു ഡിവിനകത്തോട്ട് പാസ് ചെയ്യാം. ഓക്കെ, ഈ സെക്ഷന് ക്ലാസ് നെയിം സെക്ഷൻ 1 കൊടുത്തു, സേവ് ചെയ്തു. ഇനി നമുക്കൊരു ഇമേജ് പ്ലേസ് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്ലേസസിനകത്ത്, അതായത് ഡോട്ട് കൊടുത്തിറങ്ങി നമ്മളുടെ ഇമേജസിനകത്ത് നമുക്ക് ആലപ്പുഴ .jpg പറഞ്ഞു കൊടുത്തു. അതിന്റെ ഓൾട്ടും അതേപോലെ ഒക്കെ കൊടുത്തു. ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വിഡ്ത്തും ഹൈറ്റും സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഞാൻ അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 300 പിക്സൽ വിഡ്ത്തും കൊടുത്തു. ദെൻ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 250 പിക്സൽ ഹൈറ്റ് അതിന് പ്രൊവൈഡ് ചെയ്തു. അപ്പൊ ആ ഒരു പേജ് നമുക്ക് ഇതേപോലെ കിട്ടി. അതായത് നമ്മൾ ഈ ഒരു ആലപ്പുഴയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിട്ട് കിട്ടും. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് അതിനൊരു ഡെഫിനിഷൻ വേണം. സോ ഇവിടെ വന്നിട്ട് ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ആലപ്പുഴയുടെ ഒരു ഡെഫിനിഷൻ ജസ്റ്റ് ചുമ്മാ നമുക്കൊന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ആലപ്പുഴയ്ക്ക് ജസ്റ്റ് ഒരു പാരഗ്രാഫ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഒന്ന് സേവ് ചെയ്ത് നമ്മളിവിടെ ഞാനിവിടെ ഈ ഒരു ഇതിനാണ് എടുത്തത് കേട്ടോ, കണ്ടന്റ്. ഓക്കെ, നമുക്കപ്പം ഈ ഒരു ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഈ ഒരു ഡിവിനെ ഒന്ന് സെന്റർ അലൈൻ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ സ്റ്റൈലിൽ വന്നിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം, നമ്മൾ സെക്ഷൻ 1-നകത്തുള്ള ഡിവില് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫ്ലെക്സ് കൊടുക്കാം. ആൻഡ് ഓൾസോ ജസ്റ്റിഫൈ കണ്ടന്റ് ടു സെന്ററും പാസ് ചെയ്തു. അപ്പൊ നമുക്ക് സെന്ററിൽ വന്നു. ആൻഡ് ഇത് റോ ആയിട്ടാണ് അതിന്റെ ഡിസ്പ്ലേയുടെ ഡയറക്ഷൻ കിടക്കുന്നത്. സോ നമുക്ക് എന്ത് മാറ്റി കൊടുക്കണം? അതിന്റെ ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് കോളമിലോട്ട് മാറ്റി കൊടുക്കണം. സോ അത് കോളം ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാരഗ്രാഫിന് ഞാനൊരു ക്ലാസ് നെയിം കൊടുക്കുവാണ്, ജസ്റ്റ് പാര എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു പാരനെ നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സെക്ഷനിലെ 1-ലുള്ള ഡിവിനകത്തുള്ള പാരഗ്രാഫിന് നമുക്കൊരു വിഡ്ത്തും ഹൈറ്റും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 50% വിഡ്ത്ത് ആക്കിയിട്ട് ഞാൻ മാറ്റി. ഓക്കെ, 50% വിഡ്ത്ത് വന്നു. ആൻഡ് ഓൾസോ അതിന്റെ ടെക്സ്റ്റ് അലൈൻ നമുക്ക് വേണമെങ്കിൽ ഞാനൊന്ന് ജസ്റ്റിഫൈ കൊടുത്ത് നോക്കാം. സോ ഇത് ഓക്കെ, അപ്പൊ ഈക്വൽ ആയിട്ട് വന്നു. ആൻഡ് അതിന്റെ ഒരു ഹൈറ്റും കൂടെ പ്രൊവൈഡ് ചെയ്യുവാണ്. ഹൈറ്റ് ഞാനൊരു
ഹൈറ്റ് അല്ലെങ്കിൽ വേണ്ട. നമ്മൾ എന്നിട്ട് നമ്മളുടെ ഈ ഒരു ബോഡിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നമ്മൾ ഡിവിനകത്ത് സെക്ഷൻ 1 ഡിവിനകത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് ഞാൻ ആ ഒരു നേരത്തെ നമ്മൾ കൊടുത്ത ആ ഒരു ഡാർക്ക് ഗ്രീൻ നമ്മൾ കൊടുത്ത് നോക്കാം. ഓക്കെ, ഡാർക്ക് ഗ്രീൻ ആയിട്ട് ഇതാണ് അവസ്ഥ. നമുക്ക് ഈ ഒരു കളർ വേണം. ഡാർക്ക് ഗ്രീനിൽ വന്നിട്ട് ഈ ഒരു കളർ കൊടുത്ത് നോക്കാം. ഓക്കെ, സോ ഈ ഒരു കളറാണ് കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ അതിന്റെ കളർ എന്ന് പറയുന്നത് നമുക്ക് റീച്ച് കൊടുക്കാം. ആ ഒരു കളറുമായിട്ട് എക്സാക്ട് മാച്ചിങ് ഉണ്ട്. ദെൻ ഓൾസോ നമുക്ക് ഈ ഡിവിനെ വിളിച്ച് നമ്മുടെ H1 മാത്രമാണ് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അപ്പൊ അതൊക്കെ ഞാനൊന്ന് സ്പീഡപ്പ് ആക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ ഇതേപോലെ ഒരു പേജാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് ഒരുപാട് മോഡലൊക്കെ കൊടുത്തിട്ട് പേജസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പൊ തൽക്കാലം ചെറിയതുപോലെ ഒരു സ്റ്റൈൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് എല്ലാ പേജസിലും ഇതേപോലെ കൊടുക്കുക. അതായത് ഏത് പേജിന്റെ ടൈറ്റില്, സോറി, ആ ഒരു പ്ലേസിന്റെ ടൈറ്റില്, ഫോട്ടോ, ദെൻ അതിന്റെ കുറച്ച് പാരഗ്രാഫ്. ഞാനിപ്പം ആലപ്പുഴ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ പേജസിനകത്തും ഇതേപോലെ കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്റ്റൈലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളിവിടെ ഫസ്റ്റ് സെക്ഷൻ ഹോം പേജിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹോം. അതേപോലെ നമ്മളുടെ നൗ ബാർ കൊടുത്തതിൽ നമുക്ക് ലിങ്ക് കൊടുക്കണം. സോ ഹോമിന് നമ്മൾ ആ ഒരു demo.html തന്നെയാണ് കൊടുക്കുന്നത്. അത് തന്നെ കൊടുത്താൽ മതി. ആൻഡ് നമ്മളുടെ പ്ലേസസ് ടു വിസിറ്റിനകത്ത് നമുക്ക് എന്താ കൊടുക്കുന്നത്? അതിനകത്ത് നമ്മൾ തൽക്കാലം ഒരു ലിങ്ക് കൊടുക്കുന്നില്ല. നമുക്ക് എനിക്ക് പക്ഷെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് തന്നെ ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ hrefൽ നമ്മൾ എന്താ കൊടുക്കുക? ഇപ്പൊ ഇതിനകത്ത് ഞാനിവിടെ നമുക്ക് എന്താണ് നമ്മളുടെ demo.ഇതില് നമുക്ക് ഇതാണ്ട് പ്ലേസസ് ടു വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷനകത്തോട്ടാണ് നമുക്ക് പോകേണ്ടുള്ളത്. ആ ഒരു നൗ ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക്. സോ നമുക്ക് ഇവിടെ ഒരു ID കൊടുക്കാം. അതിനൊരു ID കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുവാണ് എന്താണ് പ്ലേസസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ്. ID നെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലാസ് നെയിം അല്ലേ പ്ലേസസ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമുള്ള നെയിംസ് കൊടുക്കാം. പക്ഷെ ഈ പ്ലേസസ് എന്ന് പറഞ്ഞ് വേറൊരു ID കൂടെ ക്രിയേറ്റ് ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ, അതായത് ID എപ്പോഴും യുണീക്ക് ആയിരിക്കണം. അപ്പം ഇതേപോലെ വേറെ ഒരു ID നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്ലേസ് ക്ലാസിന്റെ കേസിലോ നമുക്ക് ഒരുപാട് ഇത് ക്ലാസ് സെയിം ക്ലാസ് തന്നെ ഡിഫറെന്റ് എലമെന്റ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മൾ ഈ ഒരു സെക്ഷൻ ID എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തു. നമ്മൾ എങ്ങോട്ടാണ് നമുക്ക് റീഡയറക്റ്റ് ആവേണ്ടുള്ളത്? ഹാഷ് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ID നെയിം പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ID നെയിം ഏതാണ്? പ്ലേസസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പ്ലേസസ് എന്ന് പറഞ്ഞിട്ടുള്ള ID ഉള്ള നമ്മളുടെ എലമെന്റിനകത്തോട്ട് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റീഡയറക്റ്റ് ആവും. സോ നമ്മളുടെ പേജ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസസ് ടു വിസിറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളുടെ ഈ ഒരു സെക്ഷനിലോട്ട് അത് വരും. ഓക്കെ, മനസ്സിലായല്ലോ? ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഈ ഒരു സെക്ഷനിലോട്ട് വരും. അതിന് നമ്മൾ ജസ്റ്റ് ID വെച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ മതിയാവും. ദെൻ സർവീസ് നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ഒരു പേജൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു കാര്യങ്ങളൊക്കെ കൊടുത്ത് കണ്ടന്റ്സ് അറിയാമല്ലോ. പിന്നെ ഫോം ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത ഫോം ഒക്കെ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ആൻഡ് ടേബിൾ ഒക്കെ നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ്. അല്ലാതെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അത് മറ്റേത് ആ ഒരു വീഡിയോയിൽ തന്നെ ഈ ഒരു പാർട്ട് 2 എന്ന് പറഞ്ഞൊരു സെക്ഷൻ വെക്കേണ്ട കാര്യമില്ലായിരുന്നു. ആ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് കവർ ചെയ്ത് പോവാന്നേ ഉള്ളായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് അപ്പോഴത്തേക്ക് ഒരു എന്താണ് കുറച്ച് അവിടെ ഒരു സ്ഥലത്തോട്ട് പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ അത് കട്ട് ചെയ്തിട്ട് അന്നൊരു വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്തത്. അപ്പൊ ഇതിന്റെ പാർട്ട് 2 ജസ്റ്റ് നമ്മൾ ഇതിൽ എന്തോ ചെയ്തത് ഇത്ര മാത്രമേ ചെയ്തോളൂ. ഇതിന്റെ ലിങ്ക്സുകളൊക്കെ കൊടുത്തു. അപ്പൊ ഇതിൽ ഓരോന്നിലും പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജിലോട്ട് റീഡയറക്റ്റ് ആവുന്ന പോലെ അങ്ങനെ ഓരോ പേജിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള സ്റ്റൈലിംഗ് അനുസരിച്ച് നിങ്ങൾ ചെയ്ത് പഠിക്കാം. ജസ്റ്റ് ഒരു ഫൂട്ടർ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെയും നമ്മൾ ആ ഒരു ലിങ്കുകൾ കൊടുക്കുക കേട്ടോ. അതിന്റെ hrefൽ അതിന്റെ പാത്ത് പറഞ്ഞു കൊടുക്കുക. ഈ ഒരു ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ തന്നെയാണ് അതിന്റെ പ്ലേസസ് ടു വിസിറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സെക്ഷനിലോട്ട് റീഡയറക്റ്റ് ആവും. ആ സെക്ഷനിലോട്ട് റീഡയറക്റ്റ് ആവാൻ കാരണം എന്താണ്? ഈ ഒരു സെക്ഷന്റെ ID നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ hrefൽ അത് ആ ഒരു ID പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ ഒരു പാർട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ സോറി ഫോർ ദാറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ഞാൻ തന്ന ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാനൊരു മെയിൽ ഐ ഡി വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കൊടുത്തിരിക്കാം. നിങ്ങൾ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട്സ് ആ മെയിലിലോട്ട് അയക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഡിഫറെന്റ് ആയിട്ട് എടുത്തിട്ടെ നല്ലൊരു വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾ എത്രമാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. ഫോംസും ടേബിളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തോ. എന്നിട്ട് നിങ്ങൾ എന്താണ് സ്ക്രീൻഷോട്ട്സ് എനിക്ക് അയച്ചാൽ മതി. ഞാൻ മെയിൽ ഐ ഡി നമ്മളുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.